സൗഖ്യമായവർ കൈപൊക്കാൻ പറഞ്ഞപ്പോൾ ചാടി കൈപൊക്കി. ഞാനിപ്പോൾ ചോദിക്കായിരുന്നു, ബ്രദർ എന്ത് സംഭവിച്ചു? ബ്രദർ പറയാ, ചില നാളുകളായി തനിക്ക് ശ്വാസം മുട്ടൽ. അദ്ദേഹം പറഞ്ഞത് ഇവിടെ വളരെ വിഷമം, പ്രയാസം, ഈ ചെസ്റ്റിന്റെ ഭാഗത്ത് താഴേക്കെല്ലാം വളരെ വേദനയാൽ അസ്വസ്ഥതയാൽ നിൽക്കുകയായിരുന്നു. എങ്ങനെയുള്ള ബുദ്ധിമുട്ടാ? ശ്വാസതടസ്സത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആകപ്പാടെ ആകുലതയും വിഷമവും പ്രയാസവും കാരണം വല്ലാത്തൊരു വേദനയും പ്രയാസം. ശ്വാസമുട്ടലുണ്ട്. എത്ര നാളായി? വളരെ നാളുകളായിട്ടുണ്ട്. പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? പ്രാർത്ഥിച്ചവന് ശരീരത്തിൽ വേദന മാറിയതായിട്ട് ഞാൻ അറിഞ്ഞു. ശ്വാസം മുട്ടൽ മാറിയോ? മാറി. എന്തോ ഈ ബ്രദർ വന്ന് പറഞ്ഞ ബ്രദറിനോട് എന്നോട് പറയുകയായിരുന്നു, അവിടെ നിൽക്കുമ്പോൾ ബ്രദറെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ആ ഭാരമെല്ലാം മാറി, ഇപ്പൊ ശ്വാസമൊക്കെ സുഖമായി വലിക്കാം. കർത്താവ് അദ്ദേഹത്തെ തൊട്ടു, സൗഖ്യമായി. യേശു വന്ന് തൊട്ടോ? യേശു വന്ന് തൊട്ടു. ഇപ്പൊ നല്ല ഫ്രീ ആയി. ഒന്ന് ശ്വാസമൊക്കെ ഒന്ന് വിട്ട് കാണിച്ചു ഞങ്ങള്. ആ ശ്വാസത്തിനുള്ള വിടുതലിനേക്കായി സഹോദരന്റെ ഹൃദയത്തിനൊരു വിടുതൽ സംഭവിച്ചു. കാര്യം അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കവിത എന്ന് പറഞ്ഞ സഹോദരി കൊല്ലത്തുനിന്ന് വന്നതാണ്. ഇവിടെ BSc നഴ്സിംഗ് പഠിക്കുന്നു. സൗരിയുടെ ബ്രസ്റ്റിൽ 3 വർഷത്തിലപ്പുറമായി ഒരു മുഴയുണ്ടായിരുന്നു, നെല്ലിക്ക വലുപ്പത്തിലുള്ള മുഴയുണ്ടായിരുന്നു. അത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ചെക്ക് ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തങ്കു ബ്രദർ മുഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗരി അത് സംതിങ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ബ്രസ്റ്റില് കർത്താവിടെ വെളിപ്പെടുത്തിയായിരുന്നു, ബ്രസ്റ്റിലുള്ള മുഴ കർത്താവ് എടുത്ത് മാറ്റി വന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് തോന്നി. അവിടെ വിങ്ങലും ഒരു വേദന പോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പേര് അങ്ങോട്ട് പറഞ്ഞപ്പോൾ ബ്രസ്റ്റിലെ മുഴ മാറട്ടെ, അതിന് മധ്യത്തെ ദൈവം സൗഖ്യം തരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അത് മാറിയെന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പം ഇല്ല, പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അവിടെ ഇല്ല. അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇത് കേട്ടിട്ട് ഇങ്ങനെ ഇരുന്ന എങ്ങനെ യേശു ഇവിടെ ഉണ്ട്. ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. തിരുവനന്തപുരത്ത് ഞാൻ 2 വർഷത്തിന് മുമ്പ് പിന്നെ FNAC ചെയ്തായിരുന്നു. അപ്പം ഇതെടുത്ത് കളയണം, അത് സർജറിക്ക് വേണ്ടി വരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ലീവും കിട്ടാഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ ഇവിടെയും ഡോക്ടറെ പോയി കണ്ടപ്പോൾ എനിക്ക് സൗകര്യം അനുസരിച്ച് പോകാമെന്നുള്ള പ്ലാനിലിരിക്കുകയായിരുന്നു ഞാൻ. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. കർത്താവ് സൗഖ്യം ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ സഹോദരിയുടെ സുജയെന്നാണ്. സഹോദരിക്ക് കഴിഞ്ഞ 3 വർഷമായി നട്ടലകലുന്ന അസുഖമായിരുന്നു. 1.5 വർഷമായി ബെൽറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇന്നിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതികഠിനമായ വേദനയായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചതിന് ശേഷവും താൻ ചെക്ക് ചെയ്യുമ്പോൾ വേദനയുണ്ട്. എന്നാൽ വിശ്വാസത്താൽ കുനിഞ്ഞു നോക്കുമ്പോൾ ആ വേദന അപ്രത്യക്ഷമായി സഹോദരി പൂർണ്ണ സൗഖ്യമായി. ശരിയാണോ ഈ പറഞ്ഞ? നട്ടലിന്റെ കണ്ണി അകലുകയായിരുന്നു. അകലിച്ച് പൊടിച്ചിലൊക്കെ ഡോക്ടർ പറഞ്ഞു. 1.5 വർഷമായിട്ട് ബെൽറ്റ് ഉപയോഗിക്കുകയാണ്. ഇപ്പൊ കുനിഞ്ഞു നോക്കിയപ്പോ വേദനയില്ല. കുനിഞ്ഞു നോക്കിയപ്പോ വേദനയില്ല. ഇപ്പൊ എങ്ങനുണ്ട്? ഇപ്പൊ വേദന അനുഭവപ്പെടുന്നില്ല. കുനിഞ്ഞു നല്ലപോലെ നോക്കിയോ? ഒന്ന് കുനിഞ്ഞു കാണിച്ച്, ഒന്ന് പറഞ്ഞേ, എങ്ങനുണ്ട്? വേദനയില്ല ഇപ്പൊ. ഇപ്പോഴും ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? ആ ബെൽറ്റ് ഒന്ന് അവിടെ എവിടെയെങ്കിലും പോയി ഒന്ന് അഴിച്ചിട്ട് വന്നേ. ഒട്ടും വേദനയില്ല. ബെൽറ്റ് അഴിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഇല്ല. എത്ര നാളായി ബെൽറ്റ് ഇടുക? 1.5 വർഷമായിട്ട് ഇടുന്നു. ഇപ്പൊ അഴിച്ചിട്ട് ഒരു പ്രയാസവും ഇല്ല. ഇപ്പൊ വേദനയില്ലെന്ന് ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച്. എന്തൊരു മനോഹരമാ, അല്ലെങ്കിൽ ഹൗ ഗ്ലോറിയസ് ഈസ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് പവർ ഡെമോൺസ്ട്രേറ്റഡ് ഓൾ ദ മീറ്റിംഗ്സ്. എല്ലാ മീറ്റിങ്ങുകളിലും യേശു ക്രിസ്തുവിൻ്റെ മാനിഫെസ്റ്റേഷൻ, ദാറ്റ് പവർ വാസ് സോ ഗ്രേറ്റ് ആൻഡ് സോ പവർഫുൾ. ഇറ്റ് ഈസ് ഗ്ലോറിയസ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ദ ലൈറ്റ് ഓഫ് ലൈഫ്. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വി റീച്ച്ഡ് ഇൻ ചാപ്റ്റർ 5. And chapter 5 is a chapter where you will see a sudden change. ഒരു വലിയൊരു മാറ്റം ഉപദേശങ്ങൾ പറഞ്ഞു വന്നിട്ട് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയാണ്, ആൻഡ് ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ഗോഡ് ആസ് ഡിയർ ചിൽഡ്രൻ. നൗ എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, പരദേശികളെ ഭവനക്കാരെന്ന് വെച്ചാൽ മക്കളാക്കി തീർത്തു. എന്നിട്ട് 5-ാമത്തെ അധ്യായം എത്തുമ്പോൾ പൗലോസ് പറയുക, നൗ ലെറ്റ് us ബി ഇമിറ്റേറ്റേഴ്സ്. നമുക്ക് അപ്പനെ നോക്കി അപ്പൻ എങ്ങനെയാണ് നടക്കുന്നത്, അപ്പൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അപ്പൻ എങ്ങനെയാണ് വസിക്കുന്നത്, ഇത് നോക്കി നമുക്ക് നടക്കാം.
ലെറ്റ് us ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ഗോഡ്. ആ 5-ാം അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് അതിൻ്റെ 8-ാമത്തെ വാക്യം. ഫോർ യു വർ വൺസ് ഡാർക്ക്നെസ് ബട്ട് നൗ യു ആർ ലൈറ്റ് ഇൻ ദ ലോർഡ്, walk as children of light. Now, നിങ്ങൾ അന്ധകാരത്തിൽ ആയിരുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്, നിങ്ങൾ അന്ധകാരമായിരുന്നു. യു വർ വൺസ് ഡാർക്ക്നെസ്, എന്നാൽ ഇന്ന് നിങ്ങൾ വെളിച്ചമായി. അങ്ങനെ വെളിച്ചത്തിൻ്റെ മക്കളായി നിങ്ങൾ ജീവിക്കണം. അഥവാ യോഹന്നാൻ്റെ ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ തമ്മിൽ കൂട്ടായ്മയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിലിരിക്കുമ്പോൾ ഒരു വൺ ഓഫ് മൈ ഫ്രണ്ട്സ് അദ്ദേഹം ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട് കോട്ടയത്തുണ്ട്. ആ സഹോദരൻ മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് ആഴ്ചയിൽ എങ്കിലും ആരെങ്കിലും വന്ന് ആ വീടൊക്കെ ഒന്ന് തുറന്നിടും, എന്നിട്ട് ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടൊക്കെ പോകും, പിന്നെയും അത് അടച്ചിടും. ഞാൻ ചോദിച്ചു അതെന്നാ ചെയ്യുന്നത്? പറഞ്ഞു അതേ, അങ്ങനെ തുറന്നില്ലെങ്കിൽ ആ വീട് നശിക്കും. ആൻഡ് ദാറ്റ് വാസ് എ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നോക്ക്, ഒരു വീട് പണിതിട്ട് ആ വീടിനെ നശിപ്പിക്കാൻ നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ആ വീട് അടച്ചിട്ടാൽ മതി. വെളിച്ചമില്ലാത്ത ഇരുട്ടായി നിൽക്കുന്ന ഒരു വീടിൽ ദ്രവത്വം സംഭവിക്കും. ഇറ്റ് വിൽ ബിക്കം റസ്റ്റഡ്, ഇറ്റ് വിൽ ഡിസ്ട്രോയ് ബൈ ഇറ്റ് സെൽഫ്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഡാർക്ക്നെസ്. അന്ധകാരത്തിൻ്റെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു വീട്, ജസ്റ്റ് ഒരു വീട് അടച്ചിട്ട് അങ്ങ് പോയാൽ മതി. വെളിച്ചം അകത്ത് കയറരുത്, ഇരുട്ട് മാത്രം. അകത്ത് ദ്രവിക്കുവാൻ തുടങ്ങും. വെളിച്ചം എവിടെ വന്നോ അവിടെ ആ വീട് സസ്റ്റെയിൻ ചെയ്യണോ, എല്ലാ ദിവസവും തുറന്ന് വെളിച്ചം അകത്ത് കയറിയാൽ മതി. ലൈറ്റ്, when light comes, there becomes life. And this is the same gospel which we are speaking. Now, യേശു ക്രിസ്തു ഒരു മതത്തിൻ്റെ വക്താവല്ല, യേശു ക്രിസ്തു ജീവൻ്റെ വെളിച്ചമാണ്. വെളിച്ചം എവിടെ വരുമോ അവിടെ ദ്രവത്വം മാറും. അതാ സുവിശേഷം എന്ന് പറയുന്നത്. പലപ്പോഴും കേൾക്കുന്നവരിൽ സുവിശേഷം പറയുമ്പോൾ ഉടനെ ഇതൊരു മതത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അല്ല, ഇതൊരു വെളിച്ചത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അന്ധകാരത്തിലായിരിക്കുന്ന ഒരു സ്ഥലത്ത് വെളിച്ചം പകരുമ്പോൾ ദ്രവത്വം മാറി പ്രത്യാശ വന്നു. ദർ ഇസ് ഹോപ്പ്, ദർ ഇസ് ജോയ്. ഡിപ്രഷൻ മാറി. യൂറോപ്യൻ കൺട്രീസിൽ പോകുമ്പോൾ യു വിൽ ഫൈൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഡിപ്രസ്ഡ്. അതിൻ്റെ കാരണം സൂര്യനെ കാണാനില്ല. ചിലപ്പം സൂര്യൻ വരും, അങ്ങ് പോവും. മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഈസ് ഡാർക്ക്. അതിന് ആൾക്കാർ തന്നെ, ദ റേറ്റ് ഓഫ് ഡിപ്രഷൻ ഇസ് സോ ഹൈ. സൂര്യൻ കാണുമ്പോൾ തന്നെ ദേ ആർ ഹാപ്പി, ജോയ്ഫുൾ. Now that is the power of light. ഈ ലോകത്തിലെ ഈ വെളിച്ചം ഇത്രമാത്രം പ്രത്യാശ തരുന്നുവെങ്കിൽ നമ്മുടെ നീതി സൂര്യൻ ആയ ക്രിസ്തു ഒരുവൻ്റെ ഉള്ളിൽ ഉദിച്ചാൽ എത്രമാത്രം അധികം പ്രത്യാശയും കൺസ്ട്രക്ഷനും. അതാ യേശു പറഞ്ഞ, എന്നിൽ വിശ്വസിക്കുന്നവൻ നശിക്കത്തില്ല. കാര്യം എന്താ? ഐ ആം ദ ലൈറ്റ്. ലോകത്തിലെ നമ്പർ 1 നേഷൻസ് ആയിരിക്കുന്ന നേഷൻസിനെ നോക്കിക്കുക. എവിടെയൊക്കെ സുവിശേഷം എത്തിയിട്ടുണ്ടോ അവിടെ ആ വെളിച്ചം വന്നത്. ചില രാജ്യങ്ങളെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ രാജ്യം എന്തുകൊണ്ട് അധപതിക്കുന്നു? അവർ സുവിശേഷത്തെ വാതിൽ അടച്ചതുകൊണ്ട്. വെളിച്ചത്തിന് വേണ്ടി വാതിലൊന്ന് അടച്ചാൽ മതി, ദ്രവത്വം ആരംഭിക്കും. വെളിച്ചത്തിന് വേണ്ടി വാതിൽ തുറന്നാൽ അവിടെ അനുഗ്രഹമാണ്, അവിടെ ദ്രവത്വം മാറും, അവിടെ എപ്പോഴും സന്തോഷമായിരിക്കും. യേശു തൻ്റെ വാതിക്കൽ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലരെങ്കിലും അതിന് വാതിൽ തുറന്ന് ആ വെളിച്ചം നിറഞ്ഞവരായി, ആ സ്നേഹം നിറഞ്ഞവരായി. അതാണ് അതിൻ്റെ 2-ാമത്തെ വാക്യം, എഫീഷ്യർ 5:2 പറയുന്നത്, ആൻഡ് വാക്ക് ഇൻ ലവ്. നൗ, വെളിച്ചമുള്ളിടത്ത് സ്നേഹമുണ്ട്, സ്നേഹമുള്ളിടത്ത് സന്തോഷമുണ്ട്. സന്തോഷമാണ്, കർത്താവിൽ സന്തോഷമാണ് നമ്മുടെ ബലം. ദാറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് ട്രയംഫന്റ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. വെളിച്ചം ആദ്യമേ വരുമ്പോൾ ഓർത്ത് നോക്കിക്കേ, പാഴും ശൂന്യമായിരുന്ന ഭൂമി, അവിടെ മുഴുവൻ ഇരുട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു റീക്രിയേഷൻ ചെയ്യാൻ ദൈവം പറഞ്ഞ ആദ്യത്തെ വാക്ക്, ലെറ്റ് there be light. He permitted light. He allowed light to come and penetrate into the darkness. And then the new creation started. And then he created sun. 4-ാം ദിവസമാണ് പിന്നെ സൂര്യനെയൊക്കെ സൃഷ്ടിച്ചത്. ആദ്യമേ വെളിച്ചം, ആ വെളിച്ചം താനായിരുന്നു. ഹി അലൗഡ് ഹിസ് ഓൺ ഗ്ലോറി ടു ഗോ ആൻഡ് ഫ്ലഡ് ദി എർത്ത്, വിച്ച് സ്റ്റാർട്ടഡ് ദ റീക്രിയേഷൻ. ലുക്ക്, ഗോഡ് ഓൾസോ ഈസ് കോൾഡ് ലൈറ്റ് ഹിംസെൽഫ് ആൻഡ് ദ ലൈറ്റ് ഓഫ് ലൈഫ്. അതാണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ആൻഡ് വാക്ക് ഇൻ ലവ്
as Christ also loved us and gave himself as an offering and a sacrifice to God for a sweet smelling aroma. Gave himself. And this is where I want to stop and tell you. ഞാൻ നേരത്തെ ചില കോമൺ ഇഷ്യൂസ് പറഞ്ഞു, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് പറഞ്ഞു, ഫാമിലി ഇഷ്യൂസ് പറഞ്ഞു, കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു. മൈ ഡിയർ ഫ്രണ്ട്, വി ആർ ഹിയർ ടു പ്രിസർവ് ദിസ് എർത്ത്. അതാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, സൃഷ്ടി പോലും ദൈവമക്കൾ വെളിപ്പെടാനായി കാത്തിരിക്കുക. ദൈവമക്കൾ വെളിപ്പെട്ടാൽ മാത്രമേ സൃഷ്ടിക്ക് പ്രിസർവേഷൻ ഉള്ളൂ. ചില ദിവസങ്ങൾക്ക് മുമ്പേ ഒരു കൂട്ടുകാരൻ എന്നെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ വെളച്ചിൽ വേണം, നോണ പറയണം, എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കണം, നേരെ ജീവിക്കാൻ പറ്റത്തില്ല. ഇത്രയും നാളും ഞാൻ നന്നായി ജീവിച്ചു, ഇനി ഞാൻ ജീവിക്കത്തില്ല. ഞാൻ പറഞ്ഞു, സഹോദര, ഞാനല്ല പറഞ്ഞത്, വാസ്തവത്തിൽ കർത്താവ് എന്നിലൂടെ അയാളോട് പറഞ്ഞത്. ആൻഡ് ഇറ്റ് വാസ് ഫോർ മീ ഓൾസോ. ആ വ്യക്തിയുടെ കർത്താവ് ഇങ്ങനെ പറയും, നിങ്ങൾ നേരോടെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ സൃഷ്ടി മുഴുവൻ നിലനിൽക്കുന്നത്. എല്ലാവരും ഇങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ദ ഹോൾ സിസ്റ്റം വിൽ കൊളാപ്സ്. വാക്ക് ഇൻ ലവ് ആസ് ക്രൈസ്റ്റ് ഗേവ് ഹിംസെൽഫ്. കർത്താവ് തന്നെത്താൻ നൽകിയതുപോലെ നിങ്ങളും ഞാനും ദൈവത്തിനൊരു സൗരഭ്യവാസനയായിട്ട് നൽകിയാൽ, വൺ സാക്രിഫൈസ് ആൻഡ് ദ ഹോൾ ക്രിയേഷൻ ഇസ് സേവ്ഡ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വെളിച്ചത്തിനു വേണ്ടി ഒന്ന് ഹൃദയം ഒന്ന് തുറന്നേ. ക്രിസ്തുവിനെ വിശ്വസിച്ചു, എന്നാൽ വീണ്ടും തെറ്റിപ്പോയാണോ നിൽക്കുന്നത്? അറൈസ്, അവിടെ വീണ് കിടക്കാതെ ഒന്ന് എഴുന്നേറ്റേ. അതവിടെ പറയുന്ന, ഉറങ്ങിക്കിടക്കുന്നവനൊന്ന് എഴുന്നേറ്റേ, ക്രിസ്തുവിൻ്റെ പ്രകാശം നിങ്ങളിൽ വരും. കർത്താവായ യേശുവിൻ്റെ പ്രകാശം വന്നാൽ അവിടെ അനുഗ്രഹമാ, സമൃദ്ധിയാ, സന്തോഷമാ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയവ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകലും ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ പിതാവെ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകലിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും കർത്താവെ, അവരെ അങ്ങ് സ്നേഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജീവൻ്റെ വെളിച്ചമായ അങ്ങയുടെ പ്രകാശം ഓരോ ഭവനങ്ങളിലും വ്യക്തികളിലും അടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലെറ്റ് ദാറ്റ് ലൈറ്റ് ഷൈൻ ഫോർത്ത് അപ്പോൺ ദ ലൈഫ്സ്. ജീവിതങ്ങളെ രൂപാന്തരമാകട്ടെ. അത്ഭുതകരമായി കർത്താവെ, അത്ഭുതകരമായി അങ്ങയുടെ കരം നീട്ടി അത്ഭുത സൗഖ്യങ്ങളുണ്ടാകട്ടെ. അങ്ങയുടെ മുഖത്തെ പ്രകാശമടിച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ തളർവാദി യേശുവിൻ്റെ നാമത്തിൽ കട്ടിലേന്ന് കുടഞ്ഞ് എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യമാകട്ടെ. തളർന്നിരിക്കുന്ന വ്യക്തി, ആ കട്ടിലെ കിടന്നുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, അത്ഭുത വിടുതലാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ട്യൂമർ അപ്രത്യക്ഷമാകട്ടെ. അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമായ വിടുതൽ ഇന്ന് പകൽ നൽകട്ടെ. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കണം കർത്താവെ, കൃപയിൽ സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മറന്നു പോകരുത്, നമ്മുടെ എൻവയോൺമെൻറ്റ് ഡേ, ഈ വരുന്ന വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഈ വരുന്ന ഞായറാഴ്ച ജൂൺ 5 ലോകം അത് ആഘോഷിക്കുന്നു. ബട്ട് ലെറ്റ് us go into action. Let us save our trees. They have life. മരങ്ങൾക്ക് ജീവനുണ്ട്. ആണി തറച്ച് അതിനെ കൊല്ലാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, സംരക്ഷിക്കാനാണ്. പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാം. ഗോഡ് ബ്ലെസ് യു. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ കർത്താവ് അനുഗ്രഹിക്കും. Dr. Thomas Abraham in United States, June